ഇത് പോഷകങ്ങളെ പതുക്കെ പുറത്തേക്ക് വിടുന്നു. അതിനാൽ നിങ്ങൾക്ക് ദീർഘനേരത്തേക്ക് വിശപ്പ് അനുഭവപ്പെടില്ല. നിങ്ങൾ സ്വയം നിയന്ത്രിക്കേണ്ടതില്ല. ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം 50% അല്ലെങ്കിൽ 70% വരെ കുറയ്ക്കാം. എന്നിട്ടും അതേ ശരീരഭാരം നിലനിർത്താം. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ 50% മില്ലറ്റുകളായിരിക്കണം. യാത്രയും മറ്റു കാര്യങ്ങളും കാരണം 100% മില്ലറ്റ് ആക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും 50% നിങ്ങൾക്ക് 3 മാറ്റങ്ങൾ കാണാം. ഒന്ന്, നിങ്ങളുടെ പൊതുവായ ആരോഗ്യവും ഊർജ്ജ നിലവാരവും ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്നതായിരിക്കും. അടുത്ത കാര്യം, നിങ്ങൾ വളരെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചാലും ഊർജ്ജസ്വലമായിരിക്കാനും ശരീരഭാരം നിലനിർത്താനും സാധിക്കും. നിങ്ങളുടെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരില്ല. ഇത് പോഷകങ്ങളെ സാവധാനം വിടുവിക്കുന്നു. കുറഞ്ഞ ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്ക് ദീർഘനേരത്തേക്ക് വിശപ്പ് അനുഭവപ്പെടില്ല. ഇത് വളരെ നല്ല കാര്യമാണ്. പല ആളുകൾക്കും ഈ പ്രവണതയുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ദിവസം മുഴുവനും വെറുതെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം. നിങ്ങളുടെ ഭക്ഷണത്തിൽ 30% അല്ലെങ്കിൽ 40% പഴങ്ങൾ, പച്ചക്കറികൾ, കൂടാതെ നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ കഴിക്കുന്ന പാകം ചെയ്ത ഭക്ഷണം ദഹിക്കുന്നതിന് ഒരു നിശ്ചിത അളവിലുള്ള ശാരീരിക പ്രവർത്തനം ആവശ്യമാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ തങ്ങുകയും സ്വാഭാവികമായി നിങ്ങളുടെ ഭാരം വർദ്ധിക്കുകയും അതുമൂലം പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതിന് നിങ്ങൾ ആരോടും ഉപദേശം ചോദിക്കേണ്ടതില്ല. ഇത് നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇത് വളരെ ലളിതമായ സാമാന്യ ബോധമാണ്. നിങ്ങൾ ശരീരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണം. ഇതിനർത്ഥം നിങ്ങൾ ഡയറ്റിങ്ങിലാവണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയന്ത്രിക്കണമെന്നോ അല്ല. ശരീരത്തിന്റെ സ്വാഭാവികമായ നിയമം തന്നെ അതാണ്. നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ഭക്ഷണവും, കുറച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ച് ഭക്ഷണവും കഴിക്കണം. അതുകൊണ്ട് യോഗ സമ്പ്രദായത്തിൽ ഒരു ഭക്ഷണത്തിനും അടുത്ത ഭക്ഷണത്തിനും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ഇടവേള 8 മണിക്കൂറാണ്. നിങ്ങൾക്ക് 8 മണിക്കൂർ സാധ്യമല്ലെങ്കിൽ മിക്ക മനുഷ്യർക്കും 5 മുതൽ 6 മണിക്കൂർ വരെയെങ്കിലും ഇടവേള നിർബന്ധമാണ്. അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിന് എന്തെങ്കിലും ദോഷം സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് ഈ 8 മണിക്കൂർ ഇടവേള ഞങ്ങൾ എപ്പോഴും പാലിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ യോഗ സെന്ററിൽ ഞങ്ങൾ രാവിലെ 10-നും വൈകുന്നേരം 7-നുമാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഭക്ഷണം അടുത്ത ദിവസം രാവിലെ 10 മണിക്കാണ്. സ്വാഭാവികമായും അടുത്ത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് 13 മുതൽ 14 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനിടയിൽ ധാരാളം ശാരീരിക പ്രവർത്തനങ്ങളും സാധനങ്ങളും പലതരം പ്രക്രിയകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് എത്ര ഭാരം വേണം, നിങ്ങളുടെ മസിലുകൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചാൽ എത്ര കഴിക്കണമെന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എല്ലാ കാര്യങ്ങൾക്കും ഒരു കുറിപ്പടിയുടെ ആവശ്യമില്ല. ഇത് വിവേകപൂർണമായ ഭക്ഷണം കഴിക്കലാണ്. നിങ്ങൾ ഭക്ഷണം മുമ്പിൽ വരുമ്പോഴെല്ലാം കഴിക്കരുത്. ശരീരത്തിന് ഊർജം ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ശരീര സംവിധാനത്തിന് സ്വയം നിലനിർത്തുന്നതിനായി ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ മാത്രം കഴിക്കുക. നിങ്ങൾ ഇത്രയും നിലക്കടലയെടുത്ത് രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കുക. അത് അതേപടി കഴിക്കാം, ചവച്ച് കഴിക്കുക. അതാണ് നല്ലത്. പല്ലുകളുണ്ടെങ്കിൽ ചവച്ച് കഴിക്കുക. അല്ലെങ്കിൽ അത് ഒരു ബ്ലെൻഡറിലിട്ട് ഒരു വാഴപ്പഴവും ആവശ്യമെങ്കിൽ 1 സ്പൂൺ തേനും ചേർത്ത് കഴിക്കുക. നിങ്ങൾ ഈ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു നോക്കൂ. ഇത് കഴിക്കാൻ ശരീരത്തെ പരിശീലിപ്പിക്കുക. ഇതിലാവശ്യമായ പ്രോട്ടീനും മറ്റു പോഷകങ്ങളും എല്ലാം ഉണ്ട്. തേനും പഴവും പിന്നെ നിലക്കടലയും. ഇത് കഴിയുന്നത്ര ജൈവികമാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ഇതിലുണ്ട്. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ നമ്മൾ പറയും, ഒരു തേങ്ങയും ഇത്രയും തേനും, മറ്റൊന്നും തന്നെ വേണ്ട. ശരീരം നന്നായിരിക്കും, നിങ്ങൾക്ക് ഭാരവും കുറയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും കഴിച്ചാൽ നിങ്ങളുടെ ഭാരം കുറയുകയില്ല. നിങ്ങൾ യോഗ ചെയ്യുകയാണെങ്കിൽ അമിതഭാരം തീർച്ചയായും കുറയും. ഇതൊരു വ്യായാമമായി പ്രവർത്തിക്കുക മാത്രമല്ല, ശരീരവ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും. അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഇതിലൂടെ കൈവരുന്നു. ഡയറ്റ് ചെയ്യൂ എന്ന് മറ്റാരും നിങ്ങളോട് പറയേണ്ടതില്ല.
ശരീരത്തിൽ ഒരു നിശ്ചിത തലത്തിലുള്ള അവബോധമുണ്ടാകുമ്പോൾ ശരീരം അതിന് ആവശ്യമുള്ളത് മാത്രം കഴിക്കും, കൂടുതലൊന്നും കഴിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു തരത്തിലും നിയന്ത്രിക്കുകയല്ല. അതൊരു വലിയ വ്യത്യാസമാണ്. നിങ്ങൾ മറ്റ് വ്യായാമങ്ങളോ ഡയറ്റിംഗ് പ്രക്രിയകളോ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ യോഗാഭ്യാസങ്ങളും യോഗ പരിശീലനങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കേണ്ടതില്ല. ഒരു അച്ചടക്കം പാലിച്ചാൽ മതി. അത് നിങ്ങളിൽ തികച്ചും ഒരു വ്യത്യസ്തമായ അവബോധം കൊണ്ടുവരികയും അതിലൂടെ ശരീരത്തെ പരിപാലിക്കുകയും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. അധികമായി ഒന്നും തന്നെ ചെയ്യാൻ അത് അനുവദിക്കില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക ചക്രങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ 11 മുതൽ 14 ദിവസം കൂടുമ്പോഴും ശരീരം ഒരു ദിവസം ആഹാരം കഴിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല. ഈ സ്വാഭാവികമായ പ്രക്രിയയെ അടിസ്ഥാനമാക്കി ഒരു മണ്ഡലത്തിലൊരിക്കൽ, ഒരു മണ്ഡലം എന്നാൽ 40 മുതൽ 48 ദിവസമെന്നാണ്. ഈ 48 ദിവസത്തിൽ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ബോധവാന്മാരാണെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല. പട്ടികൾക്കും പൂച്ചകൾക്കും പോലും ഈ ബോധമുണ്ട്. ചില ദിവസങ്ങളിൽ അവയ്ക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാനല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളുടെയും ജീവിതത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. അതിനാലാണ് ഇന്ത്യയിൽ ഇത് പാരമ്പര്യമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ഏകാദശിക്കും, അതായത് ചാന്ദ്രചക്രത്തിലെ 11ാം ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ഇത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ 3 തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ഇതൊരു പൊതു നിയമം പോലെയാണ്. ഏറ്റവും നല്ല മാർഗമല്ല. നിങ്ങൾ ബോധവാനാണെങ്കിൽ ശരീരത്തിന് ഭക്ഷണം ആവശ്യമില്ലാത്ത ആ പ്രത്യേക ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. പക്ഷേ നിങ്ങൾക്ക് ഉപവസിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരം ഒരു പ്രത്യേക സാധനം കൊണ്ട് തയ്യാറാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു നിശ്ചിത അളവ് ഊർജം വർദ്ധിപ്പിക്കുക. അല്ലാത്തപക്ഷം ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ നിങ്ങളത് നിഷേധിച്ചാൽ ശരീരം ബുദ്ധിമുട്ടും. ഭക്ഷണത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്നതിന് പകരം ഒരു ജ്യൂസ് ഡയറ്റിലേക്ക് മാറുന്നത് നല്ലതാണ്. പച്ചക്കറി, പഴം എന്നിവയുടെ ജ്യൂസുകൾ, അല്ലെങ്കിൽ കുമ്പളങ്ങ ജ്യൂസ് വളരെ നല്ലതാണ്. കുമ്പളങ്ങ, നാരങ്ങ, അല്പം തേൻ, 2-3 ദിവസം ഇത് മാത്രം കഴിക്കുന്നത് ശരീരത്തിനൊരു മികച്ച ശുദ്ധീകരണവും പുനരുജ്ജീവനവും നൽകും. അതിനാൽ മാസത്തിൽ 1-2 ദിവസം ഉപവസിക്കുന്നതിന് പകരം ഇത് പരീക്ഷിക്കാം. കുറച്ചുനാൾ കഴിയുമ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ പിന്നെ വൈകുന്നേരം വരെ ഒന്നും കുടിക്കാൻ തോന്നുകയില്ല. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഉപവസിക്കാവുന്നതാണ്. ഭക്ഷണത്തെയും വെള്ളത്തെയും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഭക്ഷണം നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അതിനെ നന്നായി പരിപാലിക്കുക. കാരണം അതിന് ഓർമ്മയുണ്ട്. നിങ്ങൾ അതിനെ നന്നായി കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ ഭക്ഷണം 50 മുതൽ 70% വരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതേ ശരീരഭാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിരിക്കാം.